അപ്പൊ താനൊക്കെ അവിടെ എന്ത് മാങ്ങാത്തുര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോടോ? ഒരു കാര്യം ഏറ്റ് കഴിഞ്ഞാൽ അതിന്റെ രീതിക്ക് ചെയ്യാൻ പഠിക്കണം. താനൊന്നും പറയണ്ട. പകേ ഞാൻ അവിടെ വിളിക്കാം. എന്താ ഭദ്രേട്ടാ? ശിവദാസൻ രക്ഷപ്പെട്ടു കുഞ്ഞുങ്ങളെ. ചോറ് കഴിച്ചില്ലെന്ന്. ഇന്ന് അവന്റെ പിറന്നാളായിരുന്നു പോലും. പുറത്തുനിന്ന് ആരും അവന് ഭക്ഷണം കൊടുത്തു. ഇന്നൊരു പകൽ കൂടി താണ്ടില്ലെന്ന് ഞാൻ കരുതിയവന് ആയുസ് കൂടി. ഒരവസരം കൂടി കൊടുക്കാനും ഗാഡ് പറയുന്നേ. നീ എന്തായി ആലോചിക്കുന്നേ? അവൻ മരിക്കാത്തതിന്റെ വിഷമമാണോ? വിഷമമല്ല, സംശയം. ജയിലിൽ പുറത്തുള്ള ഭക്ഷണം അനുവദനീയമല്ല. അങ്ങനെ കൊടുത്താൽ തന്നെ അത് റിസ്കുമാണ്. ആ റിസ്ക് നിസ്സാരമായി എടുത്ത് ജയിലിലെ ആൾക്കാര് ഭക്ഷണം കൊടുത്തെങ്കിൽ ആ ഭക്ഷണം കൊടുത്തയാൾ നിസ്സാരക്കാരനൊന്നുമല്ല. ഇന്ന് അവന്റെ പിറന്നാളായിരുന്നു. അപ്പോ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഒളിവിൽ കഴിയുന്നവന്റെ ഭാര്യയോ മക്കളോ ആയിരിക്കും. എനിക്കത് ഉറപ്പാ. പക്ഷെ നീ പറഞ്ഞ സ്വാധീനം അവർക്കുണ്ടോ എന്ന് സംശയിക്കണം. സ്വാധീനം അവർക്ക് വേണ്ടല്ലോ. അവരെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നവർക്ക് മതിയല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ. നമ്മൾ അവരെ തേടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ മറ്റാരോ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആയുസിന്റെ ബലം കൊണ്ടല്ല ശിവദാസൻ മരിക്കാത്തതും അവന്റെ കുടുംബം നമ്മുടെ കൺവെട്ടത്ത് വരാത്തതും. അവരുടെ കൂടെയുള്ളത് ആരായാലും അവര് സമർത്ഥരാ. നമ്മൾ മനസ്സിൽ കാണുന്നത് അവര് മരത്തിനും മുകളിൽ കാണുന്നുണ്ട്. ഇന്ന് ജയിലിൽ വന്ന അവന്റെ കുടുംബം എന്തായാലും ഈ സിറ്റി വിട്ടു പോകാനുള്ള സമയമായിട്ടില്ല. ഞാൻ പിള്ളേരെ ഇറക്കി തപ്പി നോക്കട്ടെ.